ഉച്ചയായപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ശിവാനിയുടെ. ശിവാനിക്ക് കാലത്ത് തുടങ്ങിയൊരു ഇത്തിരി വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ശരിക്കും ഫുഡും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പോയി കൊണ്ടുവന്നു കേട്ടോ. പോയപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിലാണ് പോയത്. 40 രൂപയും കൊടുത്ത് ഓട്ടോറിക്ഷയിൽ പോയി. പക്ഷേ വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. 50 രൂപയും കൊണ്ട് പോയി ഞാൻ, ബാക്കി 10 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശിവാനിയും കൊണ്ട് നടക്കാൻ വിചാരിച്ചു. പക്ഷെ നല്ല വെയിലാണ്, കുട എടുത്തില്ലെങ്കിൽ പെട്ടുപോയേനെ കേട്ടോ. അപ്പോൾ ഓണത്തിന് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അനിയൻ കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇത്തിരീശ കക്ഷി തിന്നു. 3 നേരം കഴിച്ച് ഒരു ഇത്തിരീശ കഴിച്ചോളൂ. പക്ഷെ അത് ആൾക്ക് ദഹിച്ചില്ല. അപ്പോൾ 2-3 പ്രാവശ്യമല്ല അതിലധികം ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. കാലത്ത് വെളുപ്പിനെ ആൾക്ക് ഛർദ്ദി തുടങ്ങിയിട്ടാ. അപ്പോൾ ഞങ്ങളൊരു 9 മണി, കാലത്തൊരു 9 മണിയായപ്പോഴത്തേനും ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി ഛർദ്ദിക്കുള്ള ഇഞ്ചക്ഷൻ അടിച്ചിരുന്നു കേട്ടോ. പിന്നെ വയറുവേദനയ്ക്കുള്ള ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും വയറുവേദന ഉണ്ടായിരുന്നില്ല കക്ഷിക്ക്. അപ്പോൾ ഞാൻ കൊടുത്തില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് ആൾക്ക് കക്ഷിക്ക്. അപ്പോൾ ഹൈവേ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടികളൊന്നും പോവില്ല, ഒരു സ്കൂട്ടി പോലും പോവില്ല കേട്ടോ. നടന്നു പോകുന്നവർക്ക് നടന്നു പോരാം. അപ്പോൾ അടുത്തുള്ള ഒരു വീടിൻ്റെ അടുത്തുള്ള വഴിയിൽ കൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഒരു പട്ടിനെ കണ്ട് പേടിയായിട്ടും വയ്യട്ടോ. കാരണം കടിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കക്ഷി ഓടിപ്പോയി കേട്ടോ. അപ്പോൾ ശിവാനിക്കുട്ടി ഞാൻ നടന്നുകൊണ്ടിരിക്കെ ഒരു ഗേറ്റിൻ്റെ അടുത്ത്, ഒരു റോഡ് സൈഡിൽ ഗേറ്റിൻ്റെ അടുത്തൊരു ഉടുമ്പിനെ കണ്ട്. ഉടുമ്പെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള സാധനമാണ് കേട്ടോ. പേടിയായിട്ട് നിന്ന് ഞാൻ അവിടെ. കാരണം എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കക്ഷിക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടുള്ള പരാക്രമമാണ് കേട്ടോ. കണ്ടോ.